ഇപ്പോൾ UP അതിർത്തിയിൽ UP ഗേറ്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭലിലേക്ക് ഉള്ള യാത്രാമധ്യേ എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസ് വലിയ പ്രതിരോധം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആദിൽ പാലോട് UP ഗേറ്റിൽ നിന്നും തത്സമയം ചേരും. ആദിൽ പാലോട്, രാഹുലും പ്രിയങ്കയും UP ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, പോലീസിന്റെ വൻ വിന്യാസമുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ പോലീസ് വിന്യാസമുണ്ട് അരുൺകുമാർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോൺഗ്രസുകാർ മുദ്രാവാക്യം മുഴക്കി രാഹുൽ ഗാന്ധിയുടെ കാറിനടുത്തേക്ക് എത്തുകയാണ്. പോലീസിന്റെ ബാരിക്കേഡ് ഇവിടെ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം മനസ്സിലാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ UP അതിർത്തിയിലെ UP ഗേറ്റിലെ കാഴ്ച. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ UP ഗേറ്റിലേക്ക് എത്തി. ഇപ്പോൾ കാറിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉള്ളത്. വലിയ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ ബാരിക്കേഡിനടുത്തേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഹനം നീങ്ങുന്നത്. വാഹനം തടയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കൂടി എത്തിയതോടെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ് ദില്ലി ഗേറ്റിലെ കാഴ്ച. UP ഡൽഹി അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയെ തടയുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാഹനം മുന്നോട്ട് തന്നെ. രാഹുൽ ഗാന്ധി പുറത്തിറങ്ങിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഉടനെ രാഹുൽ ഗാന്ധിയോട് കാര്യങ്ങൾ സംസാരിക്കാനായി എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസിന്റെ MPമാരുടെ പ്രതിനിധി സംഘം സംഭാലിലേക്കുള്ള യാത്രക്കിടെ UP അതിർത്തിയിൽ തടയുന്നതാണ് ഇപ്പോൾ നിലവിൽ തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സുരക്ഷയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയത്. KC വേണുഗോപാലും ഉണ്ട് ആ വാഹനത്തിൽ എന്ന് തോന്നുന്നു. പ്രിയങ്കയും രാഹുൽ ഗാന്ധി ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് ഉള്ളത്. നമുക്കതിന്റെ ദൃശ്യങ്ങളാണ് കൃത്യം കാണുന്നത്. രാഹുൽ ഗാന്ധി പുറത്തിറങ്ങിയിട്ടില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുണ്ട്. വലിയ തോതിൽ മുദ്രാവാക്യങ്ങളും പിന്തുണയും അറിയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി കാറിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. പോലീസ് വാഹനം തന്നെ റോഡിന് കുറുകെയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി ഇപ്പോഴും വാഹനത്തിനുള്ളിൽ തുടരുന്നതാണ് കാഴ്ച. രാഹുൽ ഗാന്ധിയെ തടയുമെന്ന് നേരത്തെ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നതാണ്. സംഭൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് UP ദില്ലി അതിർത്തി മേഖലയിലെ ജില്ലാ ഭരണകൂടങ്ങൾക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയെ ഒരിക്കലും ഈ ഭാഗത്തേക്ക് വരാൻ അനുവദിക്കരുത്, അതിർത്തിയിൽ എവിടെ കണ്ടാലും തടയണം എന്നുള്ളതായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശം. ആ നിർദ്ദേശം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കുന്നതാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ UP അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസ് സംഘത്തെ തടഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുന്നത്, അടുത്ത മിനിറ്റുകളിൽ എന്താണ് സംഭവിക്കുന്നത് ആയിരത്തിലധികം പോലീസുകാരാണ് UP ഗേറ്റിലുള്ളത്. തുടരുകയാണ്. 1000-ത്തിലധികം പോലീസുകാരെയാണ് UP സർക്കാർ ഇപ്പോൾ UP ഗേറ്റിൽ വിന്യസിച്ചിരിക്കുന്നത്. കാറിനുള്ളിൽ രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് കാണാം. പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. സംഭലിലേക്കുള്ള യാത്രാമധ്യയിൽ UP ഗേറ്റിൽ വെച്ച് പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ദില്ലി മീററ്റ് എക്സ്പ്രസ് വേയിൽ വൻ ഗതാഗത കുരുക്കാണ്. ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്നതേയില്ല. മീററ്റിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു, അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. ഇവിടെ മാത്രമല്ല, ദില്ലിയിൽ ഏതെങ്കിലും മറ്റു വഴികളിലൂടെ UPയിൽ കടക്കാൻ പ്രിയങ്ക ഗാന്ധി ശ്രമിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു UP പോലീസിന്. അതുകൊണ്ട് തന്നെ UPയുടെ അതിർത്തി പല മേഖലകളിലും, ഇവിടെ ഈ മീററ്റ് ദില്ലി എക്സ്പ്രസ് വേയിലാകട്ടെ, നോയിഡയിലേക്ക് പോകുന്ന വഴിയിലാകട്ടെ, എല്ലാ ഹൈവേകളിലും ചെറുവഴികളിലും എല്ലാം ബാരിക്കേഡ് ഉപയോഗിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അകത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് UP പോലീസിന്റെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും നിലപാട്. സംഭാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ തീരുമാനമാണ് ഇവർ നടപ്പാക്കുകയും ചെയ്യുന്നത്. നേരത്തെ അഖിലേഷ് യാദവ് മുൻ UP മുഖ്യമന്ത്രി വന്നപ്പോഴും സംഭാലിലേക്ക് കടത്തിവിടാൻ തയ്യാറായിരുന്നില്ല പോലീസുകാർ. അവരെ മടക്കി അയക്കുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ MPമാർ വന്നപ്പോൾ ഗാസിയാബാദ് വരെ പോകാനെങ്കിലും അനുവദിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധിക്കാകട്ടെ ദില്ലി കടന്ന് UP അതിർത്തി മേഖലയിൽ വെച്ച് തന്നെ തടയുന്നതാണ് നിലവിലെ കാഴ്ച. ഇതിന് മുൻവശത്തുമെല്ലാം ആയിരക്കണക്കിന് UP പോലീസുകാരെയാണ്
നിയോഗിച്ചിട്ടുള്ളത് യു പി പോലീസ്. ഒരു കാരണവശാലും സമ്പലിലേക്ക് കടക്കരുത് എന്നതാണ് നിർദ്ദേശം. ഈ മാസം 10-ാം തീയതി വരെ സമ്പലിലെ ഈ ഷാഹി ജുമാ മസ്ജിദിന് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിനിധി സംഘങ്ങൾക്ക് അകത്തേക്ക് പോകുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണം ലംഘിച്ച് രാഹുൽ ഗാന്ധിയെ കടക്കാൻ അനുവദിക്കരുത് എന്നതായിരുന്നു നിർദ്ദേശം. പോലീസ് ഉദ്യോഗസ്ഥർ ആ നിർദ്ദേശം പാലിക്കുന്നതാണ് കാഴ്ച. രാഹുൽ ഗാന്ധിയുടെ വാഹനം തടഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ അകത്തേക്ക് UP-യിലേക്ക് കടത്തിവിടുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വാഹനം തടയുന്നതാണ് കാഴ്ച. ഒപ്പം തന്നെ ഇത് ഏറ്റവും സങ്കീർണവും സംഘർഷഭരിതവുമാക്കുന്നത് കോൺഗ്രസിന്റെ നൂറുകണക്കിന് പ്രവർത്തകർ UP-യുടെ പല മേഖലകളിൽ നിന്നും ഇപ്പോൾ UP ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗാസിയാപൂർ ദില്ലി അതിർത്തിയിലെ UP ദില്ലി അതിർത്തിയിലെ ഈ അതിർത്തി പ്രദേശത്തേക്ക് UP ഗേറ്റിലേക്ക് വിന്യസിച്ചുകൊണ്ടാണ് സംഭലിലെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നടപ്പാക്കാൻ ഇപ്പോൾ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനോടൊപ്പം തന്നെ അത്രത്തോളം കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ UP ഗേറ്റിൽ ഈ ദില്ലി മീററ്റ് എക്സ്പ്രസ് ഹൈവേയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അടങ്ങുന്ന സംഘം ഇപ്പോൾ UP-യിലേക്കുള്ള മീററ്റിലേക്കുള്ള എക്സ്പ്രസ് വേയിൽ UP ഗേറ്റിൽ തന്നെയുണ്ട്. പോലീസ് പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് മാത്രമല്ല, പോലീസ് വാഹനം റോഡിന് കുറുകെയിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഏത് വിധത്തിലും ഉത്തർപ്രദേശിലേക്ക് സംഭലിലേക്ക് വരുന്നത് തടയുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ്. സംഘം ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. വലിയ ഗതാഗത കുരുക്ക് പ്രേക്ഷകർക്ക് കാണാം. ഇന്നലെ സമാജ്വാദി പാർട്ടിയുടെയും അതിനു മുൻപ് മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ സംഭൽ സന്ദർശിക്കാൻ എത്തുമ്പോഴും ഇതേപോലെ ഗാസിയാപൂരിൽ വെച്ച് തടഞ്ഞിരുന്നു. ഇന്ന് ഗാസിയാബാദിന് മുൻപ് തന്നെ ദില്ലി അതിർത്തിയിൽ വെച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കടക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം ഉണ്ടാക്കുകയാണെങ്കിൽ, തടയുകയാണെങ്കിൽ ഉപരോധം സൃഷ്ടിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ. ആദിൽ പാലോട് അങ്ങനെയാണെങ്കിൽ പോലീസ് ഇപ്പോൾ ഔദ്യോഗിക വിവരം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് റോഡ് ഉപരോധിക്കാനാണോ സാധ്യത? റോഡ് ഉപരോധം തന്നെ തുടങ്ങിയിട്ടുണ്ട് അരുൺകുമാർ. നമുക്ക് കാണാം, എൻ്റെ ഈ ഇടതുവശത്ത് കാണുന്ന ഇന്നോവ ക്രിസ്റ്റ കാറിനുള്ളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇനി അടുത്ത മിനിറ്റുകളിൽ സംഭവിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. പോലീസ് ഏതായാലും നേരത്തെ തന്നെ കരുതിക്കൂട്ടി 4 നിര ബാരിക്കേഡാണ് സ്ഥാപിച്ചിരുന്നത്. 4 നിര ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടയാനുള്ള ശ്രമം തടയുകയാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇപ്പോൾ തടഞ്ഞിരിക്കുന്നു. അരുൺ പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രവർത്തകർ കൂടി എത്തിയതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. ഇവിടെ എത്തി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സംരക്ഷിക്കുമെന്നും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സംഭൽ വരെ സംരക്ഷണമൊരുക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇത് വലിയ ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സമാജ്വാദി പാർട്ടി സംഭലിലെ വിഷയം തുടർച്ചയായിട്ട് പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. നവംബർ 19-ാം തീയതി സംഭലിലെ ഷാഹി ജമാ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ട് സംഭലിലെ ഒരു സിവിൽ ജഡ്ജ് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലെത്തിയ അഭിഭാഷക സംഘത്തെ അവിടെ പ്രദേശവാസികൾ നേരിട്ടതോടുകൂടിയാണ് സംഘർഷമുണ്ടാവുന്നത്. 5 പേരാണ് പോലീസിന്റെ വെടിവെപ്പിൽ നിന്ന് കൊല്ലപ്പെട്ടത്. അതിനുശേഷം വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. സുപ്രീം കോടതിയിൽ വരെ കേസെത്തി. സർവേ നടപടികൾ നിർത്തിവെച്ചു. അഭിഭാഷക സംഘത്തിന്റെ ഈ വരവും അതിനെ തുടർന്നുള്ള സംഘർഷവും അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചു. ഈ വിഷയം പാർലമെന്റിൽ വലിയ ആയുധമാക്കാൻ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചു. എന്നാൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ അദാനി വിഷയം മാത്രമാണ് ഉയർത്തിയതെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും നിർബന്ധത്തെ തുടർന്ന് കോൺഗ്രസ് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംഭലിലേക്കുള്ള യാത്രയിലാണ്. ഇത് സമാജ്വാദി പാർട്ടിക്കും മുസ്ലിം ലീഗിനും സംഭവിച്ചതുപോലെ തന്നെ പാതി വഴിയിൽ മടങ്ങേണ്ടി വരുമോ രാഹുലിനും പ്രിയങ്കയ്ക്കും എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ സംഭലിൽ നിന്നുള്ള ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വന്നു. രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും അതിർത്തിയിൽ എവിടെ വെച്ചു കണ്ടാലും അവിടെ വെച്ച് തന്നെ തടയണം എന്നതായിരുന്നു മജിസ്ട്രേറ്റിന്റെ വിചിത്രമായ ഉത്തരവ്. ഇപ്പോൾ ഈ പ്രദേശത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ വരുന്ന ആളുകൾക്ക് പ്രവേശനമില്ല. നിലവിൽ സംഭലിൽ 10 ദിവസത്തെ നിരോധനാജ്ഞയുണ്ട്. ആ നിരോധനാജ്ഞയുടെ ഭാഗമായി മറ്റു നേതാക്കൾക്കാർക്കും ആ സംഭലിലേക്ക് കടന്നു വരാൻ കഴിയില്ല. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ UP ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ രാഹുൽ ഗാന്ധിയുണ്ട്, ഒപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. ഇരുവരും ഇന്നോവ ക്രിസ്റ്റ കാറിലാണ്. ഒപ്പം ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും ഈ മീററ്റ് എക്സ്പ്രസ് ഹൈവേയിൽ തടിച്ചുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അത്രത്തോളം തന്നെ പോലീസ് സേനയും വിന്യസിച്ചു.